അധ്യായം 1. മനുഷ്യന്റെ നിശബ്ദമായ നിലവിളി. നിങ്ങളിപ്പോൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഒന്ന് സാവധാനം കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ മനസ്സിനെ ഒന്ന് നിരീക്ഷിക്കുക. അവിടെ എവിടെയെങ്കിലും ഒരു വിങ്ങലുണ്ടോ? നിങ്ങൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ആരെങ്കിലും ഒരാൾ കരയുന്നുണ്ടാകാം. ആശുപത്രിയുടെ മരവിപ്പിക്കുന്ന ഇടനാഴികളിൽ, കോടതിയുടെ വരാന്തകളിൽ, അല്ലെങ്കിൽ അടച്ചിട്ട മുറികളിലെ ഇരുട്ടിൽ. മനുഷ്യൻ വേദനിക്കുകയാണ്. പക്ഷേ നമുക്ക് മറ്റുള്ളവരെക്കുറിച്ച് സംസാരിക്കേണ്ട. നമുക്ക് നിങ്ങളിലേക്ക് വരാം. ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ മനസ്സ് ശാന്തമാണോ? അതോ പേരുവിളിക്കാൻ കഴിയാത്ത ഏതോ ഒരു ഭാരം നെഞ്ചിൽ അമർത്തിപ്പിടിച്ചിട്ടുണ്ടോ? പുറമേ ചിരിക്കുമ്പോഴും ഉള്ളിൽ എവിടെയോ ഒരു വിങ്ങൽ അവശേഷിക്കുന്നുണ്ടോ? എനിക്കെന്തോ കുറവുണ്ട്, അല്ലെങ്കിൽ എനിക്കിനിയും എന്തൊക്കെയോ നേടാനുണ്ട്, അതുമല്ലെങ്കിൽ എന്നെ ആരും ശരിക്കും മനസ്സിലാക്കുന്നില്ല എന്ന പരാതി. ഇതാണ് വേദന. നമ്മൾ ഇതിനെ പല പേരുകൾ വിളിക്കുന്നു: സ്ട്രെസ്, ഉത്കണ്ഠ, വിഷാദം, ഏകാന്തത, നഷ്ടബോധം. പക്ഷേ 2500 വർഷങ്ങൾക്കു മുൻപ് ഹിമാലയത്തിന്റെ താഴ്വരയിൽ നിന്ന് വന്ന ഒരു മനുഷ്യൻ ഇതിനെ ഒറ്റവാക്കിൽ വിളിച്ചു: ദുഃഖം. ഇതൊരു സാധാരണ വാക്കല്ല. ചക്രം ശരിയായി ഘടിപ്പിക്കാത്ത ഒരു വണ്ടി ഓടിക്കുമ്പോഴുണ്ടാകുന്ന കുലുക്കത്തെയും അസ്വസ്ഥതയെയുമാണ് പാലി ഭാഷയിൽ ദുഃഖം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. അതായത് ജീവിതം സുഗമമായി മുന്നോട്ടു പോകുന്നില്ല എന്ന തോന്നൽ, എവിടെയോ ഒരു ഉരസൽ. എന്തുകൊണ്ടാണ് നമ്മൾ വേദനിക്കുന്നത്? പണമില്ലാത്തതുകൊണ്ടാണോ? അല്ല. പണമുള്ളവരും ഉറക്കമില്ലാതെ അലയുന്നുണ്ട്. ആരോഗ്യമില്ലാത്തതുകൊണ്ടാണോ? അല്ല. പൂർണ്ണ ആരോഗ്യവാന്മാർ പോലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. സ്നേഹിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണോ? ചുറ്റും 1000 പേരുണ്ടായിട്ടും ഏകാന്തത അനുഭവിക്കുന്നവർ എത്രയോ പേരുണ്ട്. അപ്പോൾ പ്രശ്നം പുറത്തല്ല, ബാഹ്യമായ സാഹചര്യങ്ങളിലല്ല. ഒരു വലിയ കൊട്ടാരത്തിൽ ജനിച്ചിട്ടും ലോകത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളും കാൽക്കീഴിലുണ്ടായിട്ടും സിദ്ധാർത്ഥൻ എന്ന രാജകുമാരന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം ഒരു സത്യം തിരിച്ചറിഞ്ഞു: ഈ സുഖങ്ങളെല്ലാം ക്ഷണികമാണ്. ഇന്ന് നിങ്ങൾ ചിരിക്കുന്ന ചിരി നാളെ മാഞ്ഞുപോകും. ഇന്ന് നിങ്ങൾ മുറുകെ പിടിക്കുന്ന കൈകൾ എന്നെങ്കിലും തണുത്തുറയും. ഇന്ന് നിങ്ങൾ അഹങ്കരിക്കുന്ന യൗവനം ചുളിവുകൾക്ക് വഴിമാറും. ഈ സത്യത്തെ, ഈ അനിവാര്യമായ മാറ്റത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയാണ് നമ്മുടെ വേദനയുടെ അടിസ്ഥാനം. നമ്മൾ സുരക്ഷിതരാണെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ജീവിതം ഓരോ നിമിഷവും അനിശ്ചിതത്വം നിറഞ്ഞതാണ്. 2500 വർഷങ്ങൾക്കു മുൻപ് ഗയയിലെ ബോധിവൃക്ഷച്ചുവട്ടിൽ വെച്ച് ആകാശത്തിലെ നക്ഷത്രങ്ങളെ സാക്ഷി നിർത്തി ബുദ്ധൻ കണ്ടെത്തിയ ഉത്തരം ലളിതമായിരുന്നു, എന്നാൽ കഠിനമായിരുന്നു. മനുഷ്യൻ വേദനിക്കുന്നത് അവന് വേദന ലഭിക്കുന്നതുകൊണ്ടല്ല, മറിച്ച് അവൻ വേദനയെ മുറുകെ പിടിക്കുന്നതുകൊണ്ടാണ്. ഈ വരിയുടെ അർത്ഥമെന്താണെന്ന്, അതിന്റെ ആഴമെന്താണെന്ന് വരും അധ്യായങ്ങളിൽ നമ്മൾ പരിശോധിക്കും. ഇത് കേവലം ഒരു ചരിത്ര വിവരണമല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ, നിങ്ങളുടെ ഇപ്പോഴത്തെ വേദനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. അധ്യായം 2. തൃഷ്ണ, ഉള്ളിലെ കെടാത്ത തീ. ഒരു നിമിഷം സങ്കൽപ്പിക്കുക. നിങ്ങൾ വല്ലാതെ ദാഹിച്ചു വലയുകയാണ്. മുന്നിൽ ഉപ്പുവെള്ളം നിറഞ്ഞ ഒരു പാത്രമുണ്ട്. ദാഹം മാറ്റാൻ നിങ്ങൾ ആ ഉപ്പുവെള്ളം കുടിക്കുന്നു. എന്ത് സംഭവിക്കും? കുടിക്കുന്ന നിമിഷം ഒരു ആശ്വാസം തോന്നും. പക്ഷേ അടുത്ത നിമിഷം ദാഹം ഇരട്ടിയായി തിരികെ വരും. വീണ്ടും നിങ്ങൾ കുടിക്കും. വീണ്ടും ദാഹം കൂടും. ഇതാണ് നമ്മുടെ ജീവിതം. ഇതാണ് ബുദ്ധൻ ചൂണ്ടിക്കാണിച്ച ദുഃഖത്തിന്റെ മൂലകാരണം: സമുദയ സത്യം, അഥവാ തൃഷ്ണ, തൻഹ. തൃഷ്ണ എന്നാൽ വെറും ആഗ്രഹമല്ല. വിശക്കുമ്പോൾ ഭക്ഷണം വേണം എന്നത് ആഗ്രഹമാണ്. അത് പ്രകൃതിദത്തമാണ്. എന്നാൽ എനിക്ക് ഇന്ന ഭക്ഷണം തന്നെ വേണം, അത് കഴിച്ചാൽ മാത്രമേ ഞാൻ സന്തോഷിക്കൂ, അതെനിക്ക് എന്നും ലഭിച്ചുകൊണ്ടിരിക്കണം എന്ന വാശിയാണ് തൃഷ്ണ. നമ്മുടെ മനസ്സ് ഒരു വിചിത്രമായ യന്ത്രമാണ്. അത് വർത്തമാനകാലത്തിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതെപ്പോഴും അടുത്ത നിമിഷത്തിലേക്ക് ഓടുകയാണ്. ഇപ്പോൾ ഉള്ളത് പോരാ, ഇതൊന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് വേണം സമാധാനമായിരിക്കാൻ. ആ ജോലി കിട്ടിക്കോട്ടെ, പിന്നെ എല്ലാം ശരിയാകും. ശ്രദ്ധിച്ചുവോ? നമ്മൾ സന്തോഷം എന്നത് ഭാവിയിലേക്ക് മാറ്റിവെച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഉള്ളതിൽ തൃപ്തി വരാത്ത, എപ്പോഴും ഇനിയും വേണം എന്ന് ആക്രാന്തം കാണിക്കുന്ന ഈ മാനസികാവസ്ഥയാണ് തൃഷ്ണ. ബുദ്ധൻ ഇതിനെ 3 തലങ്ങളിലായാണ് വിശകലനം ചെയ്തത്. ഇത് നിങ്ങളുടെ ജീവിതവുമായി ഒത്തുനോക്കുക. ആദ്യത്തേത് കാമതൻഹ, അഥവാ ഇന്ദ്രിയ സുഖങ്ങളോടുള്ള ആസക്തി. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴിയുള്ള സുഖം. നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, ലൈംഗികത, ലഹരി, സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾ, സിനിമകൾ, ഇവ നൽകുന്ന സുഖം സത്യമാണ്. ബുദ്ധൻ അത് നിഷേധിച്ചില്ല. പക്ഷേ അദ്ദേഹം ചോദിച്ചു: ഈ സുഖം എത്ര നേരം നിലനിൽക്കും? ഏറ്റവും രുചികരമായ ഭക്ഷണം കഴിക്കുമ്പോൾ ലഭിക്കുന്ന സുഖം അത് തൊണ്ടയിറങ്ങുന്നതുവരെ മാത്രമേയുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും വേണം എന്ന ചിന്തയായി നമ്മൾ സുഖങ്ങളുടെ പിന്നാലെ പായുന്ന അടിമകളായി മാറുന്നു, ഒരു ലഹരിയിൽ നിന്ന് മറ്റൊന്നിലേക്ക്. ഈ ഓട്ടത്തിനിടയിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ സമാധാനമാണ്. രണ്ടാമത്തത് ഭവതൻഹ, അഥവാ ആകാനുള്ള തൃഷ്ണ. ഇതാണ് ആധുനിക മനുഷ്യന്റെ ഏറ്റവും വലിയ വേദന. ഞാൻ ആരെങ്കിലുമാകണം, പ്രശസ്തനാകണം, പണക്കാരനാകണം, എല്ലാവരാലും ബഹുമാനിക്കപ്പെടണം. അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവം, ഈഗോ സംരക്ഷിക്കപ്പെടണം. ആരെങ്കിലും നിങ്ങളെ ഒന്ന് വിമർശിച്ചാൽ, നിങ്ങളെ കളിയാക്കിയാൽ നിങ്ങൾക്ക് ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാണ്?
നിങ്ങളുടെ അഹത്തിന് മുറിവേൽക്കുന്നതുകൊണ്ടാണ്. എന്നെ എങ്ങനെ അവനത് പറഞ്ഞു എന്ന ചിന്ത. ഈ ഞാൻ എന്ന കോട്ട തകരാതെ കാത്തുസൂക്ഷിക്കാൻ നമ്മൾ പെടുന്ന പാടാണ് നമ്മുടെ പല മാനസിക സമ്മർദ്ദങ്ങൾക്കും കാരണം. മൂന്നാമത്തത് വിഭവതൻഹ അഥവാ ഇല്ലാതാകാനുള്ള തൃഷ്ണ. ഇത് പലരും ശ്രദ്ധിക്കാത്ത ഒന്നാണ്. വേദനകളിൽ നിന്ന്, ഇഷ്ടമില്ലാത്ത സാഹചര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള തൃഷ്ണ. ഈ പ്രശ്നം എനിക്ക് നേരിടാൻ വയ്യ, എനിക്ക് മടുത്തുകഴിഞ്ഞു, ആ വ്യക്തിയെ എനിക്ക് കാണണ്ട. ജീവിതത്തിലെ പ്രയാസങ്ങളെ അഭിമുഖീകരിക്കാതെ അതിനെ തള്ളിമാറ്റാൻ ശ്രമിക്കുന്നതും ഒരുതരം തൃഷ്ണയാണ്, ഒരു നെഗറ്റീവ് തൃഷ്ണ. ബുദ്ധൻ പറയുന്നു, തീ കത്തണമെങ്കിൽ വിറക് വേണം. നമ്മുടെ ദുഃഖമെന്ന തീ കത്തുന്നത് തൃഷ്ണ എന്ന വിറക് നമ്മൾ ഇട്ടുകൊടുക്കുന്നതുകൊണ്ടാണ്. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വേദനയുടെ വേരുകൾ ഒന്ന് പരിശോധിക്കൂ. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരാൾ പെരുമാറാത്തതുകൊണ്ടല്ലേ വേദന? നിങ്ങൾ പ്രതീക്ഷിച്ച ഫലം ലഭിക്കാത്തതുകൊണ്ടല്ലേ നിരാശ? നിങ്ങൾ പടുത്തുയർത്തിയ ഒന്ന് തകർന്നുപോകുമോ എന്ന പേടിയല്ലേ ഉത്കണ്ഠ? ഇവയെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരേയൊരു കാര്യത്തിലേക്കാണ്: പിടിവാശി. ഒഴുകുന്ന പുഴയെ കെട്ടിനിർത്താൻ ശ്രമിക്കുന്ന പിടിവാശി, മാറുന്ന ലോകത്തെ മാറാതെ നിർത്താൻ ശ്രമിക്കുന്ന മൗഢ്യം. 2500 വർഷങ്ങൾക്കു മുൻപ് ബുദ്ധൻ തെളിച്ച വെളിച്ചത്തിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മളെത്തന്നെയാണ്. സ്വന്തം ആഗ്രഹങ്ങളുടെ ഭാരം ചുമന്ന് നടുവൊടിഞ്ഞ മനുഷ്യരെ. പക്ഷേ ഈ കണ്ടെത്തൽ നിങ്ങളെ നിരാശപ്പെടുത്താനല്ല. രോഗത്തിന്റെ കാരണം കണ്ടെത്തിയാൽ മാത്രമേ ചികിത്സ തുടങ്ങാൻ കഴിയൂ. ബുദ്ധൻ ഒരു വൈദ്യനെപ്പോലെ നമ്മുടെ രോഗം കണ്ടെത്തിയിരിക്കുന്നു: തൃഷ്ണ. ഇനി എന്താണ് ചികിത്സ? എങ്ങനെയാണ് ഈ തൃഷ്ണയെ നിയന്ത്രിക്കുക? എങ്ങനെയാണ് ഈ കെടാത്ത തീയെ അണയ്ക്കുക? അതിനെക്കുറിച്ച് അടുത്ത അധ്യായത്തിൽ നമുക്ക് സംസാരിക്കാം. അധ്യായം 3: മാറ്റത്തിനെതിരായ യുദ്ധം. അണ്ടർസ്റ്റാൻഡിംഗ് അനിക്ക ഇംപെർമനൻസ്. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ചർച്ച ചെയ്ത തൃഷ്ണയുടെ തൻഹ അടിസ്ഥാനം ഒരു വലിയ തെറ്റിദ്ധാരണയിലാണ് നിലനിൽക്കുന്നത്. ആ തെറ്റിദ്ധാരണയാണ് ബുദ്ധന്റെ ഒന്നാമത്തെയും മൂന്നാമത്തെയും സത്യങ്ങൾക്ക് പിന്നിലുള്ള അടിസ്ഥാന പ്രമാണം. അത് അനിത്യത, അനിക്ക അഥവാ മാറ്റമാണ്. മാറ്റമില്ലാത്തതായി ഈ പ്രപഞ്ചത്തിലൊന്നുമില്ല. ഇതാണ് പ്രകൃതിയുടെ ഏറ്റവും വലിയ നിയമം. ഇതൊരു കേവലമായ പ്രസ്താവനയല്ല. ഈ നിമിഷം നിങ്ങളിരിക്കുന്ന കസേര പോലും കോടിക്കണക്കിന് ആറ്റങ്ങൾ ചേർന്നതാണ്. ആ ആറ്റങ്ങൾ ഓരോ നിമിഷവും ചലിക്കുന്നു. നിങ്ങളുടെ ശരീരം അത് കുട്ടിക്കാലത്തുണ്ടായിരുന്ന പോലെയല്ല ഇപ്പോൾ. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, ചിന്തകൾ, ഓർമ്മകൾ എല്ലാം നിരന്തരമായി മാറിക്കൊണ്ടേയിരിക്കുന്നു. നമ്മളൊരു നദിയിലേക്ക് ഇറങ്ങുന്നതുപോലെയാണ് ജീവിതം. നിങ്ങളിറങ്ങുന്ന നദി അടുത്ത നിമിഷം നിങ്ങളിറങ്ങുന്ന നദി തന്നെയല്ല. വെള്ളം മാറിയിരിക്കുന്നു. എന്നിട്ടും നമ്മൾ എന്തിനാണ് വേദനിക്കുന്നത്? നമ്മുടെ മനസ്സ് ഈ മാറ്റത്തെ അംഗീകരിക്കാൻ കൂട്ടാക്കാത്തതുകൊണ്ടാണ്. നമ്മൾ എപ്പോഴും ഒരു ഫ്രീസ് ഫ്രെയിം ആവശ്യപ്പെടുന്നു. ഈ സന്തോഷം എന്നേക്കുമായി ഇവിടെ നിലനിൽക്കണം. ഈ നല്ല കാലം ഒരിക്കലും അവസാനിക്കരുത്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ വിട്ടുപോകരുത്. എന്റെ ജോലിയിലെ ഈ ഉയർന്ന സ്ഥാനം എന്നിൽ നിന്ന് നഷ്ടപ്പെടരുത്. മാറ്റം സംഭവിക്കുമ്പോൾ നമ്മൾ മുറുകെ പിടിച്ച ആ ഫ്രെയിം തകരുന്നു. അവിടെയുണ്ടാകുന്ന ശൂന്യതയാണ്, ആ തകർച്ചയാണ് നമ്മെ ദുഃഖിപ്പിക്കുന്നത്. നമ്മൾ വേദനിക്കുന്നത് നഷ്ടപ്പെട്ട വസ്തുവിനെ ഓർത്തല്ല, മറിച്ച് അത് എന്നും അവിടെ ഉണ്ടാകണം എന്ന് നമ്മൾ വെച്ചുപുലർത്തിയ വാശിയെ ഓർത്താണ്. ഇവിടെ ബുദ്ധൻ ഒരു പ്രസക്തമായ ചോദ്യം ചോദിക്കുന്നു: മാറ്റം വരും എന്നുറപ്പുള്ള ഒന്നിനെ എങ്ങനെയാണ് ശാശ്വതമെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത്? നമ്മൾ ഇഷ്ടപ്പെടുന്നതിനോട് കൂടുതൽ ആസക്തിയും അറ്റാച്ച്മെന്റ്, ഇഷ്ടപ്പെടാത്തതിനോട് വിദ്വേഷവും അവേർഷൻ കാണിക്കുന്നു. ഈ രണ്ടും അനിത്യതയെ അംഗീകരിക്കാത്തതിന്റെ ഫലമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിച്ച എന്നിട്ട് നഷ്ടപ്പെട്ടുപോയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. പഴയ സുഹൃത്തുക്കൾ, പഴയ രൂപം, പഴയ ചിന്താരീതികൾ. ഇവയെല്ലാം പോയതിൽ നിങ്ങൾ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളിവയ്ക്ക് ശാശ്വതത്വം നൽകിയിരുന്നു എന്നാണ്. ബുദ്ധന്റെ ഈ സത്യം ഒരു ഇരുണ്ട ചിന്തയല്ല, മറിച്ച് മോചനത്തിലേക്കുള്ള താക്കോലാണ്. മാറ്റം അനിവാര്യമാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് പിടിവാശി ഉപേക്ഷിക്കാൻ കഴിയും. അനിത്യതയെ ഉൾക്കൊള്ളുമ്പോൾ ഓരോ നിമിഷവും അതിന്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ സാധിക്കും. കാരണം നമുക്കറിയാം, ഈ നിമിഷം മനോഹരമാണ്, പക്ഷേ ഇത് മാറും. അതിനാൽ ഈ സൗന്ദര്യത്തെ പൂർണ്ണമായി അനുഭവിക്കുക. അടുത്ത നിമിഷത്തെ ഭയപ്പെടാതിരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ വേദനയുടെ ഉറവിടം തേടുമ്പോൾ ഈ ചോദ്യം ചോദിക്കുക: ഈ വേദന മാറ്റത്തിന് വിധേയമായ എന്തിനെയോ ഞാൻ മുറുകെ പിടിച്ചതുകൊണ്ടാണോ? ഈ അനിത്യതയെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമ്മെ നേരിട്ട് അടുത്ത വലിയ ചോദ്യത്തിലേക്ക് എത്തിക്കുന്നു: ഈ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ ഞാൻ എന്നൊന്ന് ശാശ്വതമായി നിലനിൽക്കുന്നുണ്ടോ? അധ്യായം 4: ഞാൻ എന്ന മിഥ്യ. ദി ഇലൂഷൻ ഓഫ് സെൽഫ് അനത്ത. തൃഷ്ണയും അനിത്യതയും മനസ്സിലാക്കിയ ശേഷം ബുദ്ധന്റെ പഠിപ്പിക്കലുകളിലെ ഏറ്റവും വിപ്ലവകരമായ ആശയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അത് അനറ്റ അഥവാ അനാത്മം എന്ന ആശയമാണ്. സ്ഥിരമായ ആത്മാവ് എന്നൊന്നില്ല. ഈ ആശയം നിങ്ങളുടെ മനസ്സിൽ വലിയ പ്രതിരോധം സൃഷ്ടിച്ചേക്കാം. കാരണം നമ്മൾ ജനിച്ചതു മുതൽ പഠിച്ചത് ഞാൻ എന്നൊന്നുണ്ട് എന്നാണ്. എന്റെ വികാരങ്ങൾ, എന്റെ ചിന്തകൾ, എന്റെ ശരീരം, എന്റെ ഓർമ്മകൾ, ഇതാണ് ഞാൻ. എന്നാൽ ബുദ്ധൻ ചോദിക്കുന്നു, ഈ ഞാൻ എന്നതെന്താണ്? ഇതിനെ മനസ്സിലാക്കാൻ അദ്ദേഹം ഉപയോഗിച്ച ഒരു വിശകലന രീതിയുണ്ട്: പഞ്ചഖണ്ഡങ്ങൾ,
5 ആഗ്രിഗേറ്റ്സ് അഥവാ പഞ്ചേന്ദ്രിയങ്ങൾ. ഈ പഞ്ചഖണ്ഡങ്ങൾ ചേർന്നതാണ് നമ്മൾ ഞാൻ എന്ന് വിളിക്കുന്ന അനുഭവം. 1. രൂപം റൂപ, നമ്മുടെ ഭൗതിക ശരീരം. 2. വേദന അനുഭവം, വേദന, സുഖം, ദുഃഖം അഥവാ നിസ്സംഗത എന്നിങ്ങനെയുള്ള അനുഭവങ്ങൾ. 3. സങ്കേതം സന്ന, തിരിച്ചറിവുകൾ, നാമകരണങ്ങൾ, ഇത് കസേരയാണ്, ഇത് മഞ്ഞയാണ് എന്നിങ്ങനെയുള്ള തിരിച്ചറിവുകൾ. 4. സംസ്കാരം സംഖാര, ചിന്താരീതികൾ, കർമ്മവാസനകൾ, ഉദ്ദേശങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങൾ, ഇഷ്ടം, ദേഷ്യം, അസൂയ, ആഗ്രഹം. 5. വിജ്ഞാനം വിജ്ഞാന, ബോധം, ഒരു വസ്തുവിനെക്കുറിച്ചുള്ള അറിവ്. നമ്മൾ ഞാൻ എന്ന് വിളിക്കുന്നത് ഈ 5 കൂട്ടായ്മയാണ്. ഇനി അനിത്യതയുടെ നിയമം ഇവിടെ പ്രയോഗിക്കുക. ഈ 5 സ്ഥിരമാണോ? നിങ്ങളുടെ ശരീരം മാറുന്നു. രൂപം, നിങ്ങളുടെ വികാരങ്ങൾ ഓരോ നിമിഷവും മാറുന്നു. വേദന അനുഭവം, നിങ്ങൾ ഇന്നലെ ശരി എന്ന് കരുതിയത് ഇന്ന് തെറ്റാകാം. അറിവുകൾ മാറുന്നു. സങ്കേതം, നിങ്ങളുടെ ഇഷ്ടങ്ങളും ദേഷ്യങ്ങളും മാറുന്നു. സംസ്കാരം, നിങ്ങളുടെ ബോധം ഉറക്കത്തിലും ഉണർവിലും ധ്യാനത്തിലും മാറിക്കൊണ്ടേയിരിക്കുന്നു. വിജ്ഞാനം, മാറിക്കൊണ്ടിരിക്കുന്ന ഈ 5 കാര്യങ്ങളുടെ താൽക്കാലികമായ ഒത്തുചേരലിനെയാണ് നമ്മൾ ശാശ്വതമായ ആത്മാവ് എന്ന് തെറ്റിദ്ധരിക്കുന്നത്. ബുദ്ധൻ ഒരു ഉപമ നൽകി. ഒരു വണ്ടി, ചാരിയറ്റ്, ചക്രങ്ങൾ, തണ്ട്, കാളയെ കെട്ടിയ കയർ, പലകകൾ, ഇവയെല്ലാം ചേർന്നതിനെയാണ് നമ്മൾ വണ്ടി എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ ഭാഗങ്ങൾ ഓരോന്നും എടുത്തുമാറ്റിയാൽ എവിടെയാണ് വണ്ടി? വണ്ടി എന്നത് ഭാഗങ്ങളുടെ കൂട്ടായ്മ മാത്രമാണ്. അതുപോലെയാണ് ഞാൻ, ഈ പഞ്ചഖണ്ഡങ്ങളുടെ കൂട്ടായ്മ മാത്രമാണ് ഞാൻ. അവിടെ സ്ഥിരമായ മാറ്റമില്ലാത്ത ഒരു ആത്മാവോ സെൽഫ് ഞാനോ ഇല്ല. ഈ സത്യം മനസ്സിലാക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഈ ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ മുറുകെ പിടിക്കുന്നത് നിർത്തും. എന്റെ സങ്കടം, എന്റെ പരാജയം, എന്റെ വിജയം, ഈ എന്റേത് എന്ന ഭാവം ദുർബലമാകും. ദുഃഖത്തിന്റെ കാരണം തൃഷ്ണയാണ്. തൃഷ്ണ എന്തിനോടാണ്? തൃഷ്ണ ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടാണ്. ഞാനെന്നൊന്ന് സ്ഥിരമായില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ തൃഷ്ണ അതിന്റെ പീട്ടി അയക്കാൻ തുടങ്ങും. കാരണം തൃഷ്ണയ്ക്ക് ആസക്തനാകാൻ ഒരു സ്ഥിരമായ ഞാൻ അവിടെയില്ല. ഈ 3 ആശയങ്ങളാണ് ബുദ്ധമതത്തിന്റെ അടിത്തറ. 1. ദുഃഖം, ജീവിതത്തിൽ അസ്വസ്ഥതയുണ്ട്. 2. അനിത്യത, എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. 3. അനാത്മം, സ്ഥിരമായ ഞാനോ ആത്മാവോ ഇല്ല. ഈ 3 സത്യങ്ങൾ നമ്മെ നമ്മുടെ ആഗ്രഹങ്ങളുടെയും പിടിവാശികളുടെയും യഥാർത്ഥ സ്വഭാവത്തിലേക്ക് എത്തിക്കുന്നു. അടുത്ത അധ്യായങ്ങളിൽ ഈ പിടിവാശിയുടെ വിവിധ രൂപങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാം. ഭാഗം 5 and 6. അധ്യായം 5. പഞ്ചേന്ദ്രിയങ്ങളുടെ കെണികൾ, കാമതൃഷ്ണ, സെൻഷ്വൽ ക്രേവിംഗ് ആൻഡ് ദ ട്രാപ്പ് ഓഫ് ദ 5 സെൻസസ്. നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ ബുദ്ധന്റെ അടിസ്ഥാന സത്യങ്ങൾ മനസ്സിലാക്കി. ജീവിതം ദുഃഖമാണ്, എല്ലാം മാറ്റത്തിന് വിധേയമാണ്, സ്ഥിരമായ ഞാൻ എന്നൊന്നില്ല. ഈ തിരിച്ചറിവുകളുടെ വെളിച്ചത്തിൽ ദുഃഖത്തിന്റെ നേരിട്ടുള്ള കാരണമായ തൃഷ്ണ, തൻഹ, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം. തൃഷ്ണയുടെ ഏറ്റവും സാധാരണവും എന്നാൽ ഏറ്റവും ശക്തവുമായ രൂപമാണ് കാമതൃഷ്ണ, കമാതൻഹ അഥവാ ഇന്ദ്രിയ സുഖങ്ങളോടുള്ള അമിതമായ ആസക്തി. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവയാണ് ലോകവുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ കവാടങ്ങൾ. ഈ കവാടങ്ങളിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങളെ നമ്മൾ 3 തരംതിരിക്കുന്നു. 1. ഇഷ്ടപ്പെട്ടത്, പ്ലസന്റ്, സുഖം നൽകുന്നത്. 2. ഇഷ്ടപ്പെടാത്തത്, അൺപ്ലസന്റ്, ദുഃഖം നൽകുന്നത്. 3. നിസ്സംഗമായത്, ന്യൂട്രൽ, പ്രത്യേകിച്ച് വികാരമില്ലാത്തത്. നമ്മുടെ മനസ്സ് സ്വാഭാവികമായും ഇഷ്ടപ്പെട്ടതിനെ മുറുകെ പിടിക്കാനും ഇഷ്ടപ്പെടാത്തതിനെ തള്ളിമാറ്റാനും ശ്രമിക്കും. കാമതൃഷ്ണയുടെ പ്രവർത്തനം കൃത്യമായി ഇവിടെയാണ്. കാഴ്ചയുടെ കെണി, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു രൂപം കാണുമ്പോൾ, ഉദാഹരണത്തിന് ഒരു മനോഹരമായ കാഴ്ച, ഒരു പുതിയ വാഹനം അല്ലെങ്കിൽ ഒരു ആകർഷകമായ വ്യക്തി, നമ്മുടെ മനസ്സിൽ ഉടൻ തന്നെ ഒരു ചിന്ത വരും, ഇത് എനിക്ക് വേണം അല്ലെങ്കിൽ ഇത് നിലനിർത്തണം. എന്നാൽ ഈ കാഴ്ചയും ആ കാഴ്ചയിൽ നിന്ന് ലഭിച്ച സുഖവും ക്ഷണികമാണ്. ആ സുഖം മാറുമ്പോൾ നമ്മൾ അടുത്ത കാഴ്ചയിലേക്ക് ഓടുന്നു. ഈ നിരന്തരമായ ഓട്ടമാണ് വിഷാദത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന കാരണം. രുചിയുടെയും സ്പർശത്തിന്റെയും കെണി, ഏറ്റവും രുചിയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ആ സുഖം വായിൽ നിന്ന് വയറ്റിലേക്ക് പോകുമ്പോൾ തന്നെ മാഞ്ഞുപോവുകയാണ്. നമ്മൾ വീണ്ടും ആ രുചി തേടുന്നു. അതുപോലെ ഒരു മൃദുവായ സ്പർശം, അത് മാറുമ്പോൾ അതിനെ വീണ്ടും അനുഭവിക്കാനുള്ള ആസക്തി. ഈ ആസക്തി തൃപ്തിപ്പെടുത്താൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നിരാശയാണ് വേദന. ബുദ്ധൻ ഈ ഇന്ദ്രിയാനുഭവങ്ങളെ ഒരു ഉണങ്ങിയ വിറകുകൊള്ളിക്ക് തീ കൊളുത്തുന്നതിനോട് ഉപമിച്ചു. വിറക് കത്തുന്നത്രയും നേരം തീയുണ്ടാകും. തീ അണയുമ്പോൾ വീണ്ടും വിറക് തേടണം. ഈ വിറകാണ് ഇന്ദ്രിയ സുഖങ്ങൾ. ഇവിടെയാണ് അനിത്യതയുടെ പ്രാധാന്യം. നമ്മൾ ഇന്ദ്രിയ സുഖങ്ങളെ ശാശ്വതമായി അനുഭവിക്കാൻ ശ്രമിക്കുമ്പോൾ അവ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നു. ഈ വിടവാണ് ദുഃഖത്തിന്റെ ഇടം. കാമതൃഷ്ണ നമ്മെ അടിമകളാക്കുന്നു.
ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിന് ലൈക്കുകൾ കിട്ടുമ്പോൾ സന്തോഷിക്കുന്നു. ലൈക്കുകൾ കുറയുമ്പോൾ നിരാശ. പുകവലിക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്നു. അത് തീരുമ്പോൾ വീണ്ടും ആ സുഖം തേടുന്നു. ഈ കാമതൃഷ്ണയെ നിയന്ത്രിക്കാൻ ബുദ്ധൻ ആവശ്യപ്പെടുന്നത് ഇന്ദ്രിയാനുഭവങ്ങളെ പൂർണ്ണമായി നിഷേധിക്കാനല്ല, മറിച്ച് അവയുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയാനാണ്. ഒരു രുചി ആസ്വദിക്കുമ്പോൾ അറിയുക, ഇതൊരു രുചിയാണ്, ഇതൊരു താൽക്കാലിക അനുഭവമാണ്, ഇതിന് മുറുകെ പിടിക്കേണ്ട ആവശ്യമില്ല. ഇന്ദ്രിയങ്ങളെ അവയുടെ ധർമ്മം ചെയ്യാൻ അനുവദിക്കുക, എന്നാൽ അതിനോട് മുറുകെ പിടിക്കാതിരിക്കുക. ഇതാണ് കാമതൃഷ്ണയിൽ നിന്നുള്ള മോചനം. അധ്യായം 6. ഭവതൃഷ്ണയും വിഭവതൃഷ്ണയും, ഞാനെന്ന ഭാവവും ഒളിച്ചോട്ടവും. ക്രേവിംഗ് ഫോർ ബീയിങ് ആൻഡ് നോൺ ബീയിങ്, ദ ബാറ്റിൽ ഓഫ് സെൽഫ് ആൻഡ് എസ്കേപ്പ്. ഇന്ദ്രിയസുഖങ്ങളോടുള്ള ആസക്തി പോലെ തന്നെ അപകടകരമായ മറ്റ് 2 തരം തൃഷ്ണകളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത്: ഭവതൃഷ്ണയും വിഭവതൃഷ്ണയും. ഇവ രണ്ടും ഞാൻ എന്ന മിഥ്യാബോധത്തെ, അനാറ്റ ദ ഇലൂഷൻ ഓഫ് സെൽഫ്, ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. 6.1 ഭവതൃഷ്ണ, ക്രേവിംഗ് ഫോർ ബീയിങ്, ബിക്കമിംഗ്. ഭവതൃഷ്ണ എന്നാൽ ഞാൻ എന്നൊന്ന് ശാശ്വതമായി നിലനിൽക്കണം, അല്ലെങ്കിൽ ഞാൻ ആരോ ആയിക്കൊണ്ടിരിക്കണം എന്ന അതിതീവ്രമായ ആഗ്രഹം. ഇതിന്റെ ഫലങ്ങളാണ് ആധുനിക ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളും. അഹങ്കാരത്തിന്റെ നിലനിൽപ്പ്. എന്റെ അഭിപ്രായം ശരിയായിരിക്കണം, എന്നെ എല്ലാവരും അംഗീകരിക്കണം, എന്റെ പദവി ഉയർന്നതായിരിക്കണം, എന്റെ മതം, എന്റെ രാഷ്ട്രീയം, എന്റെ ചിന്തകൾ ഇതെല്ലാം മറ്റുള്ളവയേക്കാൾ മികച്ചതായിരിക്കണം. ഈ ഞാൻ ശരിയാണ് എന്ന വാശിയിൽ നിന്നാണ് സംഘർഷങ്ങളുണ്ടാകുന്നത്. തുടർച്ചയായ ഓട്ടം, എപ്പോഴും കൂടുതൽ നേടാനുള്ള ആഗ്രഹം. ഈ നിമിഷം ഞാനൊരു മാനേജറാണ്, അടുത്ത വർഷം ഞാൻ ഡയറക്ടറാകണം, അപ്പോൾ മാത്രമാണ് ഞാൻ സന്തോഷവാനാവുക. ഈ ആകാനുള്ള തൃഷ്ണ കാരണം നമ്മൾ ഒരിക്കലും വർത്തമാന നിമിഷത്തിൽ സമാധാനമായിരിക്കുന്നില്ല. സന്തോഷം എന്നത് ഭാവിയിലേക്ക് മാറ്റിവെക്കുന്ന ഒരു ലോട്ടറിയായി മാറുന്നു. ബുദ്ധന്റെ അനത്തയുടെ അനാത്മം വെളിച്ചത്തിൽ ഈ ഭവതൃഷ്ണയെ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു തമാശയാണ്. കാരണം സ്ഥിരമായ ഞാൻ എന്നൊന്നില്ല. എങ്കിലും മാറ്റമില്ലാത്ത ഒരു ഞാൻ നിലനിൽക്കാനോ ആരോ ആകാനോ നമ്മൾ നിരന്തരം പോരാടുന്നു. ഈ പോരാട്ടമാണ് നമ്മുടെ മാനസിക ഊർജ്ജം മുഴുവൻ ചോർത്തിക്കളയുന്നത്. 6.2 വിഭവതൃഷ്ണ, ക്രേവിംഗ് ഫോർ നോൺ ബീയിങ്, അനഹിലേഷൻ. ഇതാണ് ഒളിച്ചോട്ടത്തിന്റെ തൃഷ്ണ. ഇഷ്ടമില്ലാത്തതോ വേദനിപ്പിക്കുന്നതോ ആയ ഒരവസ്ഥയിൽ നിന്ന് ഉടൻ തന്നെ രക്ഷപ്പെടാനുള്ള ആഗ്രഹം. നിങ്ങൾ ദുഃഖിതനായിരിക്കുമ്പോൾ എനിക്കിപ്പോൾ ഈ സങ്കടം ഇല്ലാതാകണം എന്ന് വാശിപിടിക്കുന്നത്. ഒരു വലിയ പ്രശ്നം വരുമ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നോ എന്ന് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ തീവ്രമായ നിരാശയിൽ ഞാൻ ഇല്ലാതായാൽ മതി എന്ന് ചിന്തിക്കുന്നത്. ഈ 3 അവസ്ഥകളും വിഭവതൃഷ്ണയുടെ ഫലമാണ്. വേദനയെ അഭിമുഖീകരിക്കുന്നതിനു പകരം അതിനെ തള്ളിമാറ്റാൻ ശ്രമിക്കുന്നു. ഈ തള്ളിമാറ്റൽ വേദനയെ ഇരട്ടിയാക്കുകയുള്ളൂ. ഒരു ഉദാഹരണം, നിങ്ങൾക്ക് പല്ലുവേദനയുണ്ടെന്ന് കരുതുക. നിങ്ങൾ വിഭവതൃഷ്ണ കാരണം വേദന ഇല്ലാതാക്കാൻ വേണ്ടി മദ്യം കുടിക്കുന്നു. താൽക്കാലികമായി വേദന മാറും, പക്ഷേ പ്രശ്നം, പല്ലിലെ കേട് അവിടെത്തന്നെ നിലനിൽക്കുന്നു. അടുത്ത ദിവസം വേദന കൂടുതൽ ശക്തിയോടെ തിരികെ വരും. ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ലഹരി ഉപയോഗിക്കുന്നതും, ഉത്കണ്ഠയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രദ്ധ തിരിക്കുന്നതും, വിഷാദത്തെ മറയ്ക്കാൻ അമിതമായി ജോലി ചെയ്യുന്നതുമെല്ലാം വിഭവതൃഷ്ണയുടെ ഭാഗമാണ്. ബുദ്ധൻ ആവശ്യപ്പെടുന്നത്, വേദനയുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കുക, അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കരുത്. കാരണം വേദനയെ അംഗീകരിക്കുമ്പോൾ മാത്രമാണ് അത് നമ്മെ പഠിപ്പിക്കുന്നതെന്താണെന്ന് മനസ്സിലാക്കാനും അതിൽ നിന്ന് മുക്തനാകാനുള്ള മാർഗം കണ്ടെത്താനും നമുക്ക് കഴിയുകയുള്ളൂ. സംഗ്രഹം: കാമതൃഷ്ണ സുഖങ്ങളെ മുറുകെ പിടിക്കുന്നു. ഭവതൃഷ്ണ ഞാൻ എന്ന ഭാവത്തെയും സ്ഥാനമാനങ്ങളെയും മുറുകെ പിടിക്കുന്നു. വിഭവതൃഷ്ണ വേദനയെയും ഇഷ്ടമില്ലാത്തതിനെയും തള്ളിമാറ്റുന്നു. ഈ 3 തൃഷ്ണകളും അനിത്യതയെയും അനാത്മത്തെയും മാറ്റമില്ലായ്മയും ഞാൻ ഇല്ല എന്ന സത്യത്തെയും അംഗീകരിക്കാത്തതിന്റെ ഫലമാണ്. ഈ അഗ്നിയെ അണയ്ക്കുന്നതിനെക്കുറിച്ചാണ് ബുദ്ധന്റെ അടുത്ത സത്യം. തുടർന്ന് ദുഃഖത്തിന്റെ അധ്യായം 7 നിരോധസത്യം - തീ അണയുമ്പോൾ. നിരോധസക്ക, ദ സെസേഷൻ ഓഫ് സഫറിംഗ്. കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ ദുഃഖത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ മനസ്സിലാക്കി. ദുഃഖ, അതിന്റെ കാരണം തൃഷ്ണ, അതിന്റെ അടിത്തറ അനിത്യതയും അനാത്മവും. ഒരു വൈദ്യൻ രോഗം കൃത്യമായി നിർണയിച്ച ശേഷം രോഗം ഭേദമാക്കാമെന്ന് രോഗിയോട് പറയുന്നത് പോലെയാണ് ബുദ്ധൻ 3ാമത്തെ സത്യം അവതരിപ്പിച്ചത്: ദുഃഖനിരോധസത്യം, നിരോധസക്ക. ഇതിന്റെ ലളിതമായ അർത്ഥം ഇതാണ്: തൃഷ്ണയെ പൂർണ്ണമായി ഉപേക്ഷിക്കുകയാണെങ്കിൽ ദുഃഖം പൂർണ്ണമായി അവസാനിക്കും. ഇതൊരു വിപ്ലവകരമായ പ്രസ്താവനയാണ്. കാരണം ലോകം നമ്മളോട് പറയുന്നത് സന്തോഷം നേടാൻ വേണ്ടി ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുക എന്നാണ്. എന്നാൽ ബുദ്ധൻ പറയുന്നത് തൃഷ്ണയിൽ നിന്ന് പിന്തിരിയുക എന്നതാണ് യഥാർത്ഥ സന്തോഷം നേടാനുള്ള ഏക മാർഗമെന്നാണ്. എന്താണ് നിരോധം? തൃഷ്ണയെ ഉപേക്ഷിക്കുക എന്നാൽ എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോകുക എന്നല്ല അർത്ഥമാക്കുന്നത്. ബുദ്ധൻ പറഞ്ഞ നിരോധം, സെസേഷൻ എന്നാൽ ആസക്തിയില്ലാത്ത ഒരവസ്ഥയാണ്. നിരോധം എന്നാൽ 1 മുറുകെ പിടിക്കൽ നിർത്തുക, ലെറ്റിംഗ് ഗോ.
മാറ്റമില്ലാത്ത ഒന്നിനെ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നതിൽ നിന്ന് പിന്തിരിയുക. ഒരു കാര്യം സംഭവിക്കുമ്പോൾ ഇത് എന്റേതാണ് എന്ന ഭാവത്തിൽ നിന്ന് ഇതൊരു അനുഭവമാണ് എന്ന ഭാവത്തിലേക്ക് മാറാനുള്ള സ്വാതന്ത്ര്യം. 2. വിദ്വേഷമില്ലാത്ത അവസ്ഥ. ഇഷ്ടമില്ലാത്ത ഒന്നിനെ തള്ളിമാറ്റാനുള്ള വിഭവതൃഷ്ണശ്രമം അവസാനിപ്പിക്കുക. വേദനയെ അതിന്റെ രൂപത്തിൽ സ്വീകരിക്കുമ്പോൾ അതിന് നമ്മുടെ മേലുള്ള പീട്ടി നഷ്ടപ്പെടുന്നു. 3. നിർവ്വാണം. നിബ്ബാന, നിർവാന. ദുഃഖത്തിന്റെയും തൃഷ്ണയുടെയും ഈ അഗ്നി പൂർണ്ണമായും അണയുന്ന അവസ്ഥയാണ് നിർവ്വാണം. പാലി ഭാഷയിൽ നിർവ്വാണം എന്ന വാക്കിന്റെ അർത്ഥം അണയ്ക്കുക, ടു ബ്ലോ ഔട്ട് എന്നാണ്. തീ അണയുമ്പോൾ പുകയില്ല, ചൂടില്ല, ഭാരമില്ല. നിർവ്വാണം ഈ ലോകത്തിനു പുറത്തുള്ള ഒരു പറുദീസയല്ല, മറിച്ച് മനസ്സിന്റെ ഒരവസ്ഥയാണ്. നിർവ്വാണം എന്നത് ഒരു ഭാവിയാണ് എന്ന് കരുതരുത്. നിങ്ങളിപ്പോൾ ഈ നിമിഷം തൃഷ്ണയെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഈ നിമിഷം തന്നെ നിങ്ങൾ നിർവ്വാണത്തിന്റെ ഒരു ചെറു അനുഭവം നേടുകയാണ്. ഒരു ഉദാഹരണം: നിങ്ങൾക്ക് ആരോടെങ്കിലും തീവ്രമായ ദേഷ്യമുണ്ട്. നിങ്ങൾ ആ ദേഷ്യത്തെ മനസ്സിൽ മുറുകെ പിടിക്കുന്നു, തൃഷ്ണ. അത് കാരണം നിങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല. ദുഃഖം. നിങ്ങൾ ആ വ്യക്തിയോടുള്ള ദേഷ്യത്തെ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കുമ്പോൾ നിരോധം. ഉടൻ തന്നെ നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നു, നിർവ്വാണം. ആ വ്യക്തി മാറിയിട്ടില്ല, പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ വേദന മാറിയിരിക്കുന്നു. ബുദ്ധന്റെ ദർശനത്തിൽ ഈ നിരോധമാണ് മനുഷ്യന്റെ പരമമായ ലക്ഷ്യം. ഇത് ലഭ്യമല്ലാത്തതോ അപ്രാപ്യമായതോ ആയ ഒന്നല്ല. തൃഷ്ണയുടെ വേരുകൾ ഓരോന്നായി പറിച്ചുമാറ്റുമ്പോൾ സ്വയം പ്രത്യക്ഷപ്പെടുന്ന ഒന്നാണ് നിർവ്വാണം. പക്ഷേ ഈ ഉപേക്ഷിക്കൽ എങ്ങനെ സാധ്യമാകും? നമ്മുടെ പതിറ്റാണ്ടുകളായുള്ള ശീലങ്ങളെ, നമ്മുടെ ആഴത്തിൽ വേരൂന്നിയ തൃഷ്ണയെ എങ്ങനെയാണ് ഇല്ലാതാക്കുക? അതിലേക്കുള്ള വഴിയാണ് 4-ാമത്തെ സത്യം, മാർഗസത്യം. അധ്യായം 8. ധർമ്മത്തിലേക്കുള്ള വഴി, അഷ്ടാംഗമാർഗം. മഗ്ഗ സക്ക, ദ നോബിൾ എയ്റ്റ്ഫോൾഡ് പാത്ത്. ഇൻട്രൊഡക്ഷൻ. ദുഃഖത്തിന്റെ നിരോധം, നിർവ്വാണം സാധ്യമാണ് എന്ന് പ്രഖ്യാപിച്ച ശേഷം ബുദ്ധൻ ആ ലക്ഷ്യത്തിലേക്കെത്താനുള്ള പ്രായോഗികമായ വഴിയും നൽകി. അതാണ് 4-ാമത്തെ ശ്രേഷ്ഠസത്യം, ദുഃഖനിരോധഗാമിനി, പ്രതിപദ ആര്യസത്യം അഥവാ അഷ്ടാംഗമാർഗം, നോബിൾ എയ്റ്റ്ഫോൾഡ് പാത്ത്. ഇതൊരു തത്വചിന്താപരമായ ആശയമല്ല, മറിച്ച് ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട കൃത്യമായ ഒരു പരിശീലന പദ്ധതിയാണ്. ഈ മാർഗം 3 പ്രധാന ഘടകങ്ങളായി തിരിച്ചിരിക്കുന്നു. 1. പ്രജ്ഞ, വിസ്ഡം, പന്ന, ശരിയായ കാഴ്ചപ്പാടും ചിന്തയും. 2. ശീലം, എത്തിക്സ്, സീല, ശരിയായ വാക്കുകളും പ്രവൃത്തികളും ഉപജീവനവും. 3. സമാധി, കോൺസെൻട്രേഷൻ, സമാധി, ശരിയായ പരിശ്രമവും ശ്രദ്ധയും ഏകാഗ്രതയും. ഈ 8 ഘടകങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരെണ്ണം പരിശീലിപ്പിക്കുമ്പോൾ മറ്റുള്ളവയെല്ലാം സ്വാഭാവികമായി മെച്ചപ്പെടും. ഒരു വണ്ടിയുടെ ചക്രങ്ങൾ പോലെയാണത്. ഈ അധ്യായത്തിൽ ഈ പാതയുടെ ആദ്യത്തെ 2 ഘടകങ്ങളായ പ്രജ്ഞയെ, വിസ്ഡം കുറിച്ച് നമുക്ക് സംസാരിക്കാം. കാരണം ഏത് യാത്ര തുടങ്ങുന്നതിനു മുൻപ് ലക്ഷ്യത്തെക്കുറിച്ചും വഴിയിലെ തടസ്സങ്ങളെക്കുറിച്ചും ശരിയായ അറിവ് നമുക്ക് വേണം. 1. ശരിയായ കാഴ്ചപ്പാട്, സമ്മാദിത്തി, റൈറ്റ് അണ്ടർസ്റ്റാൻഡിംഗ്. ബുദ്ധന്റെ പഠിപ്പിക്കലുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത്. നമ്മൾ ലോകത്തെയും നമ്മളെയും എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ സന്തോഷം. ശരിയായ കാഴ്ചപ്പാടെന്നാൽ 4. ശ്രേഷ്ഠസത്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അറിവ്, ദുഃഖം, കാരണം, നിരോധം, മാർഗം. കർമ്മനിയമങ്ങളെക്കുറിച്ചുള്ള അറിവ്, നമ്മുടെ ഓരോ പ്രവൃത്തിക്കും ഫലമുണ്ട്. അനിത്യതയെയും അനാത്മത്തെയും, മാറ്റം, ഞാനില്ല എന്ന സത്യംകുറിച്ചുള്ള തിരിച്ചറിവ്. നിങ്ങളൊരു രോഗം ഭേദമാക്കാൻ ശ്രമിക്കുമ്പോൾ രോഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം. അതുപോലെ ദുഃഖത്തിൽ നിന്ന് മുക്തി നേടാൻ ദുഃഖത്തിന്റെ ഈ 4 നിയമങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ വേണം. ഈ അധ്യായങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ശരിയായ കാഴ്ചപ്പാടിനുള്ള അടിത്തറ സ്ഥാപിക്കലാണ്. 2. ശരിയായ ചിന്ത, സമ്മാസങ്കപ്പ, റൈറ്റ് തോട്ട്, ഇന്റൻഷൻ. നമ്മുടെ ചിന്തകൾക്കാണ് എല്ലാ കർമ്മങ്ങളെക്കാളും ശക്തിയുള്ളത്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ ആയിത്തീരുന്നത്. ശരിയായ ചിന്തയെന്നാൽ നമ്മുടെ മനസ്സിനെ 3 കാര്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുക എന്നതാണ്. ദ്വേഷം, വിദ്വേഷം, ഹേറ്റ്രഡ്, മറ്റുള്ളവരോടുള്ള പകയും വെറുപ്പും. ആഗ്രഹവും ആസക്തിയും, ക്രേവിംഗ്, ലസ്റ്റ്, തൃഷ്ണയുടെ എല്ലാ രൂപങ്ങളും. ദ്രോഹിക്കാനുള്ള ചിന്ത, ഹാംഫുൾ ഇന്റൻഷൻ, മറ്റൊരാളെ വേദനിപ്പിക്കാനുള്ള ചിന്ത. ശരിയായ ചിന്ത ഈ നെഗറ്റീവ് ചിന്തകൾക്ക് പകരം 3 പോസിറ്റീവ് ചിന്തകൾ നിറയ്ക്കാൻ നമ്മെ സഹായിക്കുന്നു. മൈത്രി, മെറ്റ, എല്ലാ ജീവജാലങ്ങളോടുമുള്ള സ്നേഹവും ദയയും. കരുണ, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സഹാനുഭൂതിയും അത് മാറ്റാനുള്ള ആഗ്രഹവും. ഉപേക്ഷ, നെഖമ, തൃഷ്ണയിൽ നിന്നും ഭൗതിക സുഖങ്ങളിൽ നിന്നുമുള്ള മോചനത്തിനുള്ള ചിന്ത. നമ്മൾ ഒരു വാക്ക് സംസാരിക്കുന്നതിനു മുൻപ്, ഒരു പ്രവൃത്തി ചെയ്യുന്നതിനു മുൻപ് നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കുക എന്നതാണ് ശരിയായ ചിന്തയുടെ ധർമ്മം. അപ്പോൾ കർമ്മങ്ങൾ തനിയെ ശരിയായിക്കൊള്ളും. അടുത്ത അധ്യായത്തിൽ അഷ്ടാംഗമാർഗത്തിലെ ഏറ്റവും പ്രായോഗികമായ ഭാഗങ്ങളായ ശീലത്തെ, എത്തിക്സ് കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം. നമ്മുടെ സംസാരത്തിലും പ്രവൃത്തികളിലും എങ്ങനെയാണ് ഈ സത്യങ്ങൾ പ്രാവർത്തികമാക്കേണ്ടതെന്ന് മനസ്സിലാക്കാം. അധ്യായം 9. ശീലം, പരിശ്രമം, ശ്രദ്ധ,
ജീവിതത്തിലെ ധാർമ്മിക അടിത്തറ. സില, വിരിയ ആൻഡ് സതി, എഥിക്സ്, എഫേർട്ട് ആൻഡ് മൈൻഡ്ഫുൾനെസ്. നമ്മൾ അഷ്ടാംഗമാർഗത്തിലെ ആദ്യ ഘടകമായ പ്രജ്ഞയെ, ശരിയായ കാഴ്ചപ്പാടും ചിന്തയും കഴിഞ്ഞ അധ്യായത്തിൽ മനസ്സിലാക്കി. ഇനി ഈ അറിവിനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് നോക്കാം. ഇതിനായി ബുദ്ധന്മാർഗത്തിലെ മറ്റ് 2 ഘടകങ്ങൾ നൽകി: ശീലം, ധാർമ്മികത, സമാധി, ഏകാഗ്രത. 1. ശീലം, സീല, എത്തിക്സ്, മോറൽ കോണ്ടക്ട്. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവർക്ക് അതുപോലെ നമുക്ക് തന്നെയും ദോഷകരമാകാത്ത രീതിയിൽ നിയന്ത്രിക്കുന്നതാണ് ശീലം. ഇത് തൃഷ്ണയെ തടയാനുള്ള പ്രാഥമിക പ്രതിരോധ നിരയാണ്. ശീലത്തിൽ 3 ഘടകങ്ങളുണ്ട്. ശരിയായ സംസാരം, സമ്മാവാക്ക, റൈറ്റ് സ്പീച്ച്. സംസാരം വേദനയുടെ ഒരു വലിയ കാരണമാണ്. ഒരു വാക്ക് നമ്മൾ സംസാരിക്കുന്നതിനു മുൻപ് ബുദ്ധൻ 4 കാര്യങ്ങൾ ഒഴിവാക്കാൻ പറയുന്നു. നുണ പറയരുത്, സത്യസന്ധത പാലിക്കുക, ഏഷണിയോ പരദൂഷണമോ പറയരുത്, മറ്റുള്ളവരെ തമ്മിൽ അകറ്റുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക, പരുഷമായ വാക്കുകൾ ഉപയോഗിക്കരുത്, ദയയും വാത്സല്യവും നിറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുക, അനാവശ്യമായതോ ലക്ഷ്യമില്ലാത്തതോ ആയ സംസാരം ഒഴിവാക്കുക, മൗനം പാലിക്കേണ്ടിടത്ത് മൗനം പാലിക്കുക. ശരിയായ സംസാരമെന്നത് നമ്മുടെ വാക്കുകൾ നമ്മളെയും മറ്റുള്ളവരെയും ദുഃഖത്തിലേക്ക് നയിക്കാതിരിക്കാനുള്ള പ്രതിജ്ഞയാണ്. ശരിയായ പ്രവൃത്തി, സമ്മാ കമ്മന്ത, റൈറ്റ് ആക്ഷൻ. നമ്മുടെ പ്രവൃത്തികളെ ശുദ്ധീകരിക്കുന്നതാണിത്. 5 കാര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ഇതിന്റെ അടിസ്ഥാനം. ജീവനെ ഹനിക്കാതിരിക്കുക, എല്ലാ ജീവജാലങ്ങളോടും ദയ കാണിക്കുക, മോഷ്ടിക്കാതിരിക്കുക, അന്യായമായി ഒന്നും സ്വന്തമാക്കാതിരിക്കുക, ലൈംഗിക ദുർനടപ്പുകൾ ഒഴിവാക്കുക, വികാരങ്ങളെ നിയന്ത്രിക്കുക. ശരിയായ പ്രവൃത്തി നമ്മൾക്ക് ദോഷകരമായ കർമ്മഫലങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുന്നു. ശരിയായ ഉപജീവനം, സമ്മ അജീവ, റൈറ്റ് ലൈവ്ലിഹുഡ്. നമ്മുടെ ഉപജീവനമാർഗം ധാർമ്മികമായിരിക്കണം. മറ്റൊരാൾക്ക് ദോഷമുണ്ടാക്കുന്ന രീതിയിലുള്ള ജോലികൾ ഒഴിവാക്കുക. ഉദാഹരണത്തിന് വിഷം വിൽക്കുക, ആയുധക്കച്ചവടം, അടിമക്കച്ചവടം, ലഹരിവസ്തുക്കൾ വിൽക്കുക തുടങ്ങിയവ. നമ്മുടെ വരുമാനം നമ്മളിൽ ദുഃഖം സൃഷ്ടിക്കാത്തതായിരിക്കണം. 2. സമാധി, കോൺസെൻട്രേഷൻ, മെന്റൽ ഡെവലപ്മെന്റ്. ശീലം നമ്മുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്നുവെങ്കിൽ സമാധി നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നു. തൃഷ്ണ മനസ്സിലുദിക്കുമ്പോൾ അതിനെ ഇല്ലാതാക്കാൻ മനസ്സിന് ശക്തിയുണ്ടായിരിക്കണം. സമാധിയിൽ 3 ഘടകങ്ങളുണ്ട്. ശരിയായ പരിശ്രമം, സമ്മാവയാമ, റൈറ്റ് എഫേർട്ട്. ഇതൊരു മാനസികമായ പോരാട്ടമാണ്. 4 തരം പരിശ്രമങ്ങളാണ് ബുദ്ധൻ നിർദ്ദേശിക്കുന്നത്. മനസ്സിൽ ഇതിനകം വന്ന നെഗറ്റീവ് ചിന്തകളെയും അശുദ്ധ ചിന്തകളെയും ഉപേക്ഷിക്കാൻ പരിശ്രമിക്കുക. ഇതുവരെ വരാത്ത നെഗറ്റീവ് ചിന്തകളെ തടയാൻ പരിശ്രമിക്കുക. ഇതുവരെ വരാത്ത പോസിറ്റീവ് ചിന്തകളെയും നന്മകളെയും സൃഷ്ടിക്കാൻ പരിശ്രമിക്കുക. മനസ്സിൽ ഇപ്പോഴുള്ള പോസിറ്റീവ് ചിന്തകളെയും നന്മകളെയും നിലനിർത്താൻ പരിശ്രമിക്കുക. ശരിയായ ശ്രദ്ധ, ഓർമ്മ, സമ്മാസാതി, റൈറ്റ് മൈൻഡ്ഫുൾനെസ്. ഇതാണ് ബുദ്ധന്റെ പാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശീലനം. വർത്തമാന നിമിഷത്തിൽ ബോധവാനായിരിക്കുക. നമ്മുടെ മനസ്സ് ഒന്നുകിൽ ഭൂതകാലത്തെക്കുറിച്ചുള്ള ദുഃഖത്തിലും തൃഷ്ണ, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയിലും തൃഷ്ണയായിരിക്കും. ശ്രദ്ധ, മൈൻഡ്ഫുൾനെസ് നമ്മെ ഇവിടെ ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരുന്നു. തൃഷ്ണ ഉടലെടുക്കുന്നത് അശ്രദ്ധയിലാണ്, ലാക്ക് ഓഫ് അവയർനെസ്. തൃഷ്ണയെ അതിന്റെ ആദ്യ നിമിഷത്തിൽ തന്നെ കാണുമ്പോൾ അതിന് വളരാൻ കഴിയില്ല. ശരീരത്തിലുള്ള ശ്രദ്ധ, ശ്വാസമെടുക്കുമ്പോഴും നടക്കുമ്പോഴുമുള്ള ശ്രദ്ധ. വേദനയിലുള്ള ശ്രദ്ധ, അനുഭവങ്ങളെ, സുഖം, ദുഃഖം നിരീക്ഷിക്കുക. മനസ്സിലെ ചിന്തകളിലുള്ള ശ്രദ്ധ, ചിന്തകളെ വെറുതെ നോക്കി നിൽക്കുക, അവയെ മുറുകെ പിടിക്കാതിരിക്കുക. ശരിയായ ഏകാഗ്രത, സമ്മാസമാധി, റൈറ്റ് കോൺസെൻട്രേഷൻ. ശരിയായ ശ്രദ്ധ സ്ഥിരമാകുമ്പോൾ മനസ്സ് ഏകാഗ്രതയിലെത്തുന്നു. ധ്യാനത്തിലൂടെ മനസ്സിനെ ഒരൊറ്റ വിഷയത്തിൽ, ഉദാഹരണത്തിന് ശ്വാസം, കേന്ദ്രീകരിക്കാനുള്ള കഴിവ് നേടുന്നു. ഈ ഏകാഗ്രതയാണ് പ്രജ്ഞയുടെ, വിവേകത്തിന്റെ വാതിലുകൾ തുറക്കുന്നത്. കാരണം ഏകാഗ്രമായ മനസ്സിലാണ് സത്യം തെളിഞ്ഞുകാണുന്നത്. ഇവയെല്ലാം ചേരുമ്പോൾ അഷ്ടാംഗമാർഗം നമ്മുടെ ജീവിതത്തെ ധാർമ്മികമായും മാനസികമായും ശുദ്ധീകരിച്ച് തൃഷ്ണയുടെ വേരറുക്കാൻ നമ്മെ സഹായിക്കുന്നു. അധ്യായം 10. മോചനം, വർത്തമാനകാലത്തിലെ ശാന്തി, വിമുക്തി, ലിബറേഷൻ ഇൻ ദ പ്രസന്റ് മൊമെന്റ്. അഷ്ടാംഗമാർഗത്തിലൂടെയുള്ള യാത്രയുടെ അവസാനം എന്താണ്? അതാണ് മോചനം, വിമുക്തി. ഈ യാത്രയുടെ ലക്ഷ്യം പുനർജനിക്കാതിരിക്കുക എന്നതിലുപരി ഈ ജീവിതത്തിൽ ദുഃഖമില്ലാതെ ജീവിക്കുക എന്നതാണ്. നിർവ്വാണം, ഇവിടെയും ഇപ്പോഴും. നമ്മൾ അധ്യായം 7 നിർവ്വാണത്തെക്കുറിച്ച് സംസാരിച്ചു. തൃഷ്ണയുടെ അഗ്നി അണഞ്ഞ അവസ്ഥ. പലരും നിർവ്വാണത്തെ മരണശേഷം സംഭവിക്കുന്ന ഒരവസ്ഥയായി തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ ബുദ്ധൻ പഠിപ്പിച്ചത് നിർവ്വാണം ഈ ജീവിതത്തിൽ തന്നെ പ്രാപിക്കാൻ കഴിയും. നിർവ്വാണത്തെ 2ആയി തിരിക്കാം. 1. സൗപാധിശേഷ നിർവ്വാണം, ഈ ജീവിതത്തിൽ ശരീരം നിലനിൽക്കുമ്പോൾ തൃഷ്ണ പൂർണ്ണമായി നീങ്ങിയ അവസ്ഥ. 2. അനുപാതിശേഷ നിർവ്വാണം, ശരീരം വെടിഞ്ഞശേഷം വീണ്ടും ജനിക്കാത്ത അവസ്ഥ. 1ാമത്തെ നിർവ്വാണമാണ് നമ്മുടെ ലക്ഷ്യം. ഒരു വ്യക്തി തൃഷ്ണയെ പൂർണ്ണമായി ഇല്ലാതാക്കി കഴിഞ്ഞാൽ
പിന്നീട് അയാൾക്ക് ശാരീരിക വേദനകളോ വാർദ്ധക്യമോ വന്നാലും മാനസികമായി ദുഃഖിക്കുന്നില്ല. എന്തെന്നാൽ മാറ്റത്തെ അദ്ദേഹം പൂർണ്ണമായി അംഗീകരിച്ചു കഴിഞ്ഞു. ഒരു ഉദാഹരണം: ബുദ്ധൻ തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ കഠിനമായ വയറുവേദനയാൽ കഷ്ടപ്പെട്ടു. എന്നാൽ തന്റെ ശിഷ്യന്മാരോട് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ശരീരത്തിൽ വേദനയുണ്ട്, പക്ഷേ എന്റെ മനസ്സിൽ ദുഃഖമില്ല എന്നാണ്. ഇവിടെയാണ് മോചനം എന്ന വാക്കിന്റെ ശക്തി. തൃഷ്ണയുടെ ബന്ധനങ്ങളിൽ നിന്ന് മനസ്സ് മോചിതമാകുമ്പോൾ ബാഹ്യമായ സാഹചര്യങ്ങൾ എത്ര മോശമായാലും ഉള്ളിൽ ശാന്തി നിലനിൽക്കുന്നു. വേദനയുടെയും ദുരിതത്തിന്റെയും വ്യത്യാസം. ഈ യാത്രയുടെ തുടക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്ത ആ വേദനയിലേക്ക് തിരികെ വരാം. നമുക്ക് ജീവിതത്തിൽ എപ്പോഴും വേദന, പെയിനുണ്ടാകും. ശരീരം, രോഗം, നഷ്ടം. പക്ഷേ നമുക്ക് ദുരിതം, സഫറിംഗ് ഇല്ലാതാക്കാൻ സാധിക്കും. ബുദ്ധന്റെ പ്രശസ്തമായ ഒരു ഉപമയുണ്ട്: 2 അമ്പുകൾ, 2 ആരോസ്. ജീവിതത്തിലുണ്ടാകുന്ന ശാരീരികമോ മാനസികമോ ആയ വേദനയാണ് ആദ്യത്തെ അമ്പ്, ഫസ്റ്റ് ആരോ. ഇത് ഒഴിവാക്കാൻ കഴിയില്ല. എന്നാൽ ഈ വേദന വന്ന ശേഷം നമ്മൾ സ്വയമുണ്ടാക്കുന്ന പ്രതികരണമാണ് രണ്ടാമത്തെ അമ്പ്, സെക്കൻഡ് ആരോ. എനിക്കിത് എന്തുകൊണ്ട് വന്നു? ഇത് തീരാതിരുന്നാൽ എന്തു ചെയ്യും? ഞാൻ മോശപ്പെട്ടവനായതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. രണ്ടാമത്തെ അമ്പാണ് ദുരിതം. ബുദ്ധന്റെ പാതയിലൂടെ നടക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ അമ്പിനെ തടയാൻ കഴിയില്ല. പക്ഷേ രണ്ടാമത്തെ അമ്പ് എപ്പോഴും നമ്മെ വേദനിപ്പിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കും. അതാണ് മോചനം. സമാപനം. ബുദ്ധന്റെ ഉപദേശം. നിങ്ങൾ ഈ 10 അധ്യായങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യമേയുള്ളൂ. നിങ്ങളുടെ വേദനയുടെ കാരണം 2500 വർഷങ്ങൾക്ക് മുൻപ് ബുദ്ധൻ കണ്ടെത്തിയതുപോലെ ലോകത്തെയും നിങ്ങളെയും സ്ഥിരമായി കാണാനുള്ള നിങ്ങളുടെ വാശിയാണ്. അഷ്ടാംഗമാർഗം എന്നത് ഈ വാശിയിൽ നിന്ന് മോചനം നേടാനുള്ള ഒരു പരിശീലനമാണ്. ഈ വഴിയിലൂടെ നടക്കാൻ തുടങ്ങുക. ശരിയായ ചിന്തയോടെ സംസാരിക്കുക. ശ്രദ്ധയോടെ ഓരോ പ്രവൃത്തിയും ചെയ്യുക. ആസക്തിയില്ലാതെ എല്ലാം സ്വീകരിക്കുക. നിങ്ങൾ ഈ നിമിഷം തൃഷ്ണയെ ഉപേക്ഷിക്കുമ്പോൾ ശാന്തി അവിടെ തന്നെയുണ്ട്. അത് നിങ്ങൾ കണ്ടെത്തുന്നതല്ല, മറിച്ച് നിങ്ങൾ തിരിച്ചറിയുന്നതാണ്.